ഞങ്ങളുടെ പള്ളികളിൽ എന്താണ് പഠിപ്പിക്കേണ്ടത്, വേദപാഠം പഠിപ്പിക്കേണ്ടത്, കുർബാന ചെല്ലേണ്ടത്, സിനിമ കാണിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ബിഷപ്പാണ്. ഈ കേരളത്തിലെ പള്ളികള് ഇവിടുത്തെ പഴയ ഹിന്ദു രാജാക്കന്മാരും നാടുവാഴികളും ദാനം ചെയ്തതും ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതുമായ സ്ഥലത്ത് ഞങ്ങളുടെ കാരണവന്മാർ ഈ 2000 വർഷം കൊണ്ട് കെട്ടിപ്പടുത്തതാണ്. വളരെ കൃത്യമായിട്ട് പറയുന്നു. വി ഡി സതീശന്റെയോ അദ്ദേഹത്തിന്റെ അനുയായികളുടെയോ തന്തയുടെ വകയല്ല കേരളത്തിലെ പള്ളികൾ. അവിടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ബിഷപ്പ് തീരുമാനിക്കും. അതിനെ എതിർക്കാൻ കേരളത്തിലെ കോൺഗ്രസിനോ UDF-നോ ശക്തി ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്ക്. അതായത് കേരളത്തിലെ പള്ളിയിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ബിഷപ്പും തീരുമാനിക്കും. ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നു, വി ഡി സതീശന്റെ തന്തയുടെ വകയല്ല പള്ളികൾ. അവിടുത്തെ ഒരു കാര്യത്തെ പറ്റി അയാൾക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അയാൾക്ക് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് അയാൾക്ക് നേരിടാം. അയാൾക്ക് എന്തെങ്കിലും ഗ്രീവൻസ് അക്കാര്യത്തിലുണ്ടെങ്കിൽ. ഇയാൾ ഞങ്ങളുടെ പാലാ ബിഷപ്പിനെ ഒന്ന് അറസ്റ്റ് ചെയ്യിക്കാൻ ശ്രമിച്ചതാ. ഈ വി ഡി സതീശൻ പാലാ അറസ്റ്റ് ചെയ്യിക്കാൻ ശ്രമിച്ചതാ, അത് നടന്നില്ല. ആദ്യമായിട്ട് സതീശനും പാർട്ടിയും മനസ്സിലാക്കുക, അമിത്ഷാ ഭരിക്കുന്ന ഹിന്ദുസ്ഥാനിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഹിന്ദുസ്ഥാനിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. അവിടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ബിഷപ്പ് തീരുമാനിക്കും. ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനും ഇവിടുത്തെ ഹിന്ദു രാഷ്ട്രത്തിനും സമാധാനമായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം അവരുടെ പിന്തുണയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യും. അതേ സംബന്ധിച്ച് സതീശന്റെ 20 സ്ഥാനാർത്ഥികളും വേവലാതിപ്പെടുവൊന്നും വേണ്ട. സതീശന്റെ 20 സ്ഥാനാർത്ഥികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനിയും പള്ളിയും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നടന്നിട്ടുള്ള ലവ് ജിഹാദിൽ എല്ലാവരും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് നാച്ചുറലി ഇടതുമാരോ അല്ലെ ഇടതു മുന്നണിയാണ്. ഇതിന്റെ സത്യം അങ്ങനെയല്ല. അത് സഭയ്ക്കും അറിയാം. കാരണം ഈ ലവ് ജിഹാദും ഇതുപോലത്തെ പരിപാടികളുടെ എല്ലാം തലതൊട്ടപ്പന്മാരും ഇതിനെല്ലാം പിന്തുണ കൊടുത്തിരിക്കുന്നതും ഇവിടുത്തെ കോൺഗ്രസും UDF-ഉം ആണ്. ഇന്നലെ ഒരു പ്രകടന പത്രിക ഇറങ്ങി. ഇവരുടെ നേതാവിന്റെ സ്നേഹത്തിന്റെ കട തുറക്കും, സ്നേഹിക്കാനുള്ള അവകാശം കൊടുക്കും, ഈ ലവ് ജിഹാദിന് നിയമപരമായ പ്രാബല്യം കൊടുക്കുമെന്ന് കോൺഗ്രസ് എഴുതി വെച്ചിരിക്കുകയാണ് സൂത്രത്തില് അതിന്റെ അകത്ത്. അപ്പൊ അതുപോലെ സ്വർഗഭോഗികൾക്ക് അംഗീകാരം കൊടുക്കും. ഇതൊക്കെയാണ് കോൺഗ്രസ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരോട് ഒരു കാര്യം പറയാം, നിങ്ങൾ ഇന്ദിരാഭവനിലെ കാര്യം നോക്കിയാൽ മതി. നിങ്ങൾ ഇന്ദിരാഭവനിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇവിടുത്തെ പള്ളിയുടെ കാര്യം എന്താണെന്ന് ബിഷപ്പ് തീരുമാനിക്കും. ഒരു രീതിയിലുള്ള ഇന്റർഫിയറൻസും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇന്റർഫിയറൻസും ഞങ്ങൾ ടോളറേറ്റ് ചെയ്യില്ല. അത് നടക്കത്തുമില്ല. അത് ആദ്യം മനസ്സിലാക്കിക്കോളുക. വെല്ലുവിളിക്കുന്നത് ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസും സതീശനും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ഇവരൊക്കെ ആരാണ് ഈ കോൺഗ്രസ്സുകാര്? ഞങ്ങൾ റബ്ബർ വെട്ടുമ്പോഴും കുരുമുളക് വിൽക്കുമ്പോഴും ഞങ്ങൾ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുമ്പോൾ അതിന്റെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പിരിവ് വാങ്ങിച്ചുകൊണ്ടിരുന്നവന്മാരായി കോൺഗ്രസ്സുകാര്. ഇത് നമ്മുടെ എന്താണ് ഇടുക്കി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെറും എച്ചുകള് ലഭ്യന്മാരും ഇവിടെ പറയാണ് ഈ ബിഷപ്പ് ചെയ്തത് തെറ്റായിപ്പോയി, പാലാ ബിഷപ്പ് ചെയ്തത് തെറ്റാണ്, ഇടുക്കി ബിഷപ്പ് ചെയ്തത് തെറ്റാണെന്ന്. എന്താണ് കോൺഗ്രസിനെ ഒന്നും ഞങ്ങളൊരു പാർട്ടിയായിട്ട് പോലും കാണുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പോലും കാണുന്നില്ല ഇതിനെ. കാരണം ഇവരുടെ വിചാരം ക്രിസ്ത്യാനിയെ പേടിപ്പിച്ചാൽ ക്രിസ്ത്യാനി അങ്ങ് പേടിച്ചോളും, ക്രിസ്ത്യാനിയെ വിരട്ടിയാൽ ക്രിസ്ത്യാനി അങ്ങ് വിരട്ടിക്കോളും, ബിഷപ്പ് കൂട്ടിക്കേറിക്കോളും എന്നൊക്കെയാണ്. അതൊന്നുമല്ല. ഇത് പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭാഗമൊന്നുമല്ല. ഈ കേരളം എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാന്റെ ഭാഗമാണ്. അതിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിയാണ്. ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നു, പള്ളിയുടെ മേത്തുള്ള ഒരു ഇന്റർഫിയറൻസിനും കോൺഗ്രസ്സുകാരോ UDF-കാരോ ഇന്ത്യ അലയൻസുകാരോ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അത് കാരണം അത്രയ്ക്ക് വേദനാജനകമായ പ്രസ്താവനയാണ് ഈ കോൺഗ്രസിന്റെയും UDF-ന്റെയും ഭാഗത്തുനിന്നും കുറെ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. കോൺഗ്രസ് വിചാരിച്ചിരിക്കുന്ന ഇവരുടെ കൂടെ കുറെ ജിഹാദികളോ ആരൊക്കെയോ കൂടെ കൂടിയിട്ടുണ്ട്. ആ ഒത്തിരി അങ്ങോട്ട് ചെയ്തു കളയാൻ ക്രിസ്ത്യാനി എന്നുള്ളതാണ്. അതിനൊക്കെ സംരക്ഷണം കൊടുക്കാൻ പറ്റിയ ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ ഇപ്പൊ ഇരിക്കുന്നത്. കണ്ടല്ലോ, സെപ്റ്റംബർ 22, 2022 NIA വന്ന് മെയിൻ പുള്ളികളെയൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്നത്. ഇവിടെ അവലും മല്ലൊരു കുന്തിരിക്കുമെന്നും പറഞ്ഞ് എല്ലാരെയും തട്ടിക്കളയുമെന്ന് പറഞ്ഞവരെ എല്ലാം പൊക്കിക്കൊണ്ട് പോകുന്നു. NIA പൊക്കിക്കൊണ്ട് പോകുന്നത് കണ്ടല്ലോ. ആർക്കെങ്കിലും ജാമ്യം കിട്ടിയോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് വിരട്ടും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട. കോൺഗ്രസിന് എന്തെങ്കിലും ജിഹാദി ഫണ്ടോ ടെറർ ഫണ്ടോ പാകിസ്ഥാൻ നോട്ടോ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ബിരിയാണിയൊക്കെ തിന്ന് കഴിഞ്ഞോളുക.